എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 50-ാമത്തെ സർഗത്തിൽ 17 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയ വിശ്വാമിത്രനെയും അതുപോലെ മറ്റ് ഋഷി വൃന്ദങ്ങളെയും അതുപോലെ തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാരെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ജനക മഹാരാജാവ് ശതാനന്ദനെയും കൂട്ടി വന്നു എന്നാണ്. അങ്ങനെ വളരെ ബഹുമാനത്തോടു കൂടി അവരോടൊക്കെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ യജ്ഞത്തിനെ പറ്റിയൊക്കെ ചോദിച്ചു വിശ്വാമിത്ര മഹർഷി. അതിനുശേഷം വിശ്വാമിത്രൻ്റെ കൂടെയുള്ളതായ 2 ബാലകന്മാരെ പറ്റി ചോദിക്കാൻ പുറപ്പെടുകയാണ്. ഈ ശ്ലോകങ്ങൾ ഒരു ആവർത്തനമാണ് എന്ന് കാണാൻ പറ്റും. കുറച്ച് സർഗങ്ങൾക്ക് മുമ്പ് വിശാല നഗരത്തിൽ എത്തിച്ചേർന്ന വിശ്വാമിത്രനെ കാണാൻ വേണ്ടിയിട്ട് വന്ന സുമതി എന്ന് പറഞ്ഞ മഹാരാജാവ് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ, ചെറിയ ചെറിയ വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അതേ ഭാഗം തന്നെ ആവർത്തിച്ച് വരികയാണ്. 17 മുതൽ ഏതാണ്ട് 21 വരെയുള്ള ശ്ലോകങ്ങൾ അതേ ശ്ലോകങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വായിച്ച് അർത്ഥം പറയാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. ഇമൗ കുമാരൗ ഭദ്രം തേ ദേവതുല്യ പരാക്രമൗ ഗജതുല്യഗതി വീരൗ ശാർദൂല വൃഷഭോപമൗ പദ്മപത്രവിശാലാക്ഷോ ഖഡ്ഗതൂണീധനുർധരോ അശ്വിനാവിവരൂപേണ സമുപസ്ഥിത യൗവനോ യദൃച്ഛയേവ ഗാം പ്രാപ്തൗ ദേവലോകാദിവാമരൗ കഥം പദ്ഭ്യാമിഹ പ്രാപ്തൗ കിമർത്ഥം കസ്യ വാ മുനേ വരായുധധരൗ വീരൗ കസ്യ പുത്രൗ മഹാമുനേ ഭൂഷയന്താവിമം ദേശം ചന്ദ്രസൂര്യാവിവാംബരം പരസ്പരസ്യ സദൃശൗ പ്രമാണേങ്കിതചേഷ്ടിതൈഃ കാകപക്ഷധരൗ വീരൗ ശ്രോതുമിച്ഛാമി തത്വത. ഇതേ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, ഈ വാക്കുകൾ കൊണ്ടൊക്കെ തന്നെയാണ് സുമതി എന്ന് പറഞ്ഞ മഹാരാജാവും വിശ്വാമിത്രനോട് ചോദിച്ചത്. ആരാണ് ഈ 2 കുമാരന്മാർ? ഇമൗ കുമാരവും ദേവതുല്യ പരാക്രമവും, ദേവന്മാരെ പോലെ വളരെ പ്രഭാവവാന്മാരായിട്ട് കാണപ്പെടുന്നുവല്ലോ 2 കുമാരന്മാർ. അവരെ ഗജതുല്യഗതി, ഗജതുല്യം എന്ന് പറഞ്ഞാൽ ആനയെപ്പോലെ സഞ്ചരിക്കുന്നവർ, ആ പ്രൗഢിയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ശരീരത്തിൻ്റെ ആ ഒരു മെയ്യ് അടക്കം അല്ലെങ്കിൽ ആ ഒരു ശക്തമായിട്ടുള്ള ആകാരം കണ്ടിട്ട് ഒരു പുലിയെ പോലെയോ അല്ലെങ്കിൽ കാളക്കൂറ്റനെ പോലെയൊക്കെ ഇരിക്കുന്നവരും നല്ല നീണ്ട വിടർന്ന കണ്ണുകളോടുകൂടിയവരും പദ്മപത്ര വിശാലാക്ഷവും ഖഡ്ഗ തൂണി ധനുർധരവും, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്, തൂണി എന്ന് പറഞ്ഞാൽ വില്ല്, അമ്പ് സൂക്ഷിക്കുന്ന ഒരു ആയുധമാണ്, ഒരു പാത്രം പോലെ. തൂണി ധനുർധരവും, ധനു എന്ന് പറഞ്ഞാൽ വില്ല്, ഇതൊക്കെ ധരിക്കുന്നവരായിട്ടുള്ള ബാലകന്മാർ. രൂപേണ അശ്വിനാവിവ, രൂപം കണ്ടാൽ അശ്വിനികുമാരന്മാരാണോ എന്ന് തോന്നും. സമുപസ്ഥിത യൗവനോ, യൗവനദശ വന്നു ചേർന്നിട്ടേ ഉള്ളൂ. മിടുക്കന്മാരായിട്ടുള്ള 2 ബാലകന്മാർ. അവർ യാദൃച്ഛികമായിട്ട് ഭൂമിയിലേക്ക് വന്ന സ്വർഗസ്ഥന്മാരായിട്ടുള്ള ദേവന്മാർ, അങ്ങനെയാണെന്നേ തോന്നൂ. അതാണ് യദൃച്ഛയേവ ഗാം പ്രാപ്തൗ ദേവലോകാത് ഇവ അമരോ, ദേവലോകത്ത് നിന്ന് എന്തോ യാദൃച്ഛികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്ന 2 അമരന്മാരെ പോലെ, ദേവന്മാരെ പോലെ ഇരിക്കുന്നവരും. കഥം പദ്ഭ്യാമിഹ പ്രാപ്തോ, ദേവന്മാരാണെന്നുണ്ടെങ്കിൽ കാലുകൊണ്ട് നടക്കുകയൊന്നുമില്ലല്ലോ, അവർ ഒരു അടി വിട്ട് ഭൂമിയിൽ നിന്ന് അല്പം അകന്നാണ് നിൽക്കുക എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇവർ ഭൂമിയിൽ നടന്ന് കാൽനടയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? ഇവർ ദേവകുമാരന്മാരാണോ? ഇവർ ആകാശമാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. കഥം പദ്ഭ്യാമിഹ പ്രാപ്തവും, എങ്ങനെയാണ് ഇവിടം വരെ വന്നത്? കിമർത്ഥം കസ്യ വാമുനെ, എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ആരുടെ മക്കളാണിവർ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ വന്നത് എന്ന് തുടങ്ങിയിട്ടുള്ളതായ അതേ ചോദ്യങ്ങളൊക്കെ തന്നെ. വരായുധധരന്മാരാണ്, വീരന്മാരാണ്. കസ്യ പുത്രവും, അല്ലയോ മഹർഷയെ, ഈ 2 ബാലകന്മാർ ആരുടെ പുത്രന്മാരാണ്? ഭൂഷയന്താ വിമാം ദേശം, അവർ ഇമം ദേശം, ഈ പ്രദേശത്തെ അലങ്കരിക്കുന്നു. ഏതുപോലെ? ആകാശത്തെ സൂര്യചന്ദ്രന്മാർ അലങ്കരിക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ ഇവർ അലങ്കരിക്കുന്നുവല്ലോ. പരസ്പരസ്യ സദൃശവും പ്രമാണ എങ്കിതചേഷ്ടിതൈഹി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഛായയുണ്ട്, ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് 2 പേരും.
പ്രമാണ ഇംഗിത ചേഷ്ടിതൈഹി, അവരുടെ ശരീരത്തിൻ്റെ വലിപ്പം, അതായത് കൈയിൻ്റെയും കാലിൻ്റെയും കണ്ണിൻ്റെയും മൂക്കിൻ്റെയും ഒക്കെ അളവുകളൊക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അവരുടെ ചേഷ്ടകൾ, അവരുടെ ഉള്ളിലിരിപ്പ് എല്ലാം ഒരുപോലെയാണ്. അവരെന്താ വിചാരിക്കണതെന്നൊക്കെ ഉള്ളത് അവരുടെ പ്രവൃത്തിയിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നവരായ കാകപക്ഷധരവും, കാകപക്ഷന്മാരെന്ന് പറഞ്ഞാൽ കുടുമ, തലമുടി കുറച്ച് വളർത്തിയിട്ടുള്ളവരുമായിട്ടുള്ള ഈ രണ്ട് യൗവനദശയിൽ എത്തിച്ചേർന്ന വീരന്മാരായിട്ടുള്ള ബാലകന്മാർ ആരാണ് എന്ന് തത്വത ശ്രോതുമിച്ഛാമി, യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട്. വിശ്വാമിത്രൻ്റെ കൂടെ എപ്പോഴും മുനിഗണങ്ങളല്ലേ ഉണ്ടാവുക. ആ മുനിഗണങ്ങളുടെ ഇടയിൽ വ്യത്യസ്തരായിട്ട് രണ്ട് രാജകുമാരന്മാരെവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം. ഇനി അത് കേട്ടിട്ട് എന്താ പറയണത്? അതാണ് 22ാമത്തെ ശ്ലോകത്തിൽ. തസ്യ തദ്വചനം ശ്രുത്വാ ജനകസ്യ മഹാത്മനഃ ന്യവേദയതമേയാത്മാ പുത്രൗ ദശരഥസ്യ തൗ. ഇവിടെയും ഏതാണ്ട് അതേപോലെ തന്നെയാണ്. സുമതി എന്നുള്ള വാക്കല്ല, പകരം ജനക മഹാരാജാവ് എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. തസ്യ ജനകസ്യ മഹാത്മന ജനകസ്യ തദ്വചനം ശ്രുത്വ, മഹാത്മാവായിട്ടുള്ള ജനക മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വിശ്വാമിത്ര മഹർഷി ഇപ്രകാരം പറയാണ്. ന്യവേദയത്, എന്താ പറഞ്ഞത്? തൗ ദശരഥസ്യ പുത്രൗ, ഇവർ രണ്ടുപേരും അയോധ്യാധിപതിയായിട്ടുള്ള ദശരഥൻ്റെ പുത്രന്മാരാണ്. അവർ വന്നതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ 2 പറയണത്. സിദ്ധാശ്രമനിവാസം ച രാക്ഷസാനാം വധം തഥാ തത്രാഗമനമവ്യഗ്രം വിശാലായാശ്ച ദർശനം അഹല്യാദർശനം ചൈവ ഗൗതമേന സമാഗമം മഹാധനുഷി ജിജ്ഞാസാം കർത്തുമാഗമനം തഥാ. ഈ 2 ബാലകന്മാർ എൻ്റെ കൂടെ വന്നത് പല പല ലക്ഷ്യങ്ങളായിട്ടാണ്. ആദ്യത്തെ ലക്ഷ്യമാണ് സിദ്ധാശ്രമ നിവാസം, സിദ്ധാശ്രമത്തിലേക്ക് വരിക, എൻ്റെ കൂടെ നിവസിക്കുക, അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ നിവസിക്കണത്, അവിടെ താമസിക്കുന്നത് എന്തിനാണ്? രാക്ഷസാനാം വധം, അവിടെ യാഗം നശിപ്പിക്കാൻ വരുന്നവരായിട്ടുള്ള രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ കൂടെ സിദ്ധാശ്രമത്തിൽ വസിച്ചത്. അതിനുശേഷം തത്രാഗമനം അവ്യഗ്രം, അവിടേക്ക് അവ്യഗ്രതയോടെ, അവ്യഗ്രം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭയമില്ലാതെ എന്നാണ്. പ്രത്യേകിച്ച് യാതൊരു വികാരങ്ങളും ഇല്ലാതെ, ഒട്ടും പേടിയില്ലാതെ വന്നത് രാക്ഷസന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സിദ്ധാശ്രമത്തിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്തത്? വിശാല നഗരത്തെ കാണാൻ പോയി. വിശാലായാശ്ച ദർശനം, വിശാല നഗരം കണ്ടു. അതിനുശേഷം മിഥിലാപുരിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. വഴിക്ക് വച്ച് അഹല്യാദർശനം ചെയ്വ ഗൗതമേന സമാഗമം. അഹല്യ എന്നു പേരുള്ള സാധ്വിയായിട്ടുള്ള ഗൗതമ പത്നിയെ കണ്ടു, ഗൗതമനെ കണ്ടു. അഹല്യയെ കണ്ടത് എന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് അടുത്ത സർഗത്തിൽ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുന്നുണ്ട്. അഹല്യയ്ക്ക് ദർശനം കൊടുത്തത് അഹല്യയ്ക്ക് ശാപമോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഗൗതമനെ കണ്ടു എന്ന് പറയുമ്പോൾ അതൊക്കെ സംഭവിച്ചു എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. 2 പേരെയും കണ്ടു, അതോടുകൂടിയിട്ട് അവരുടെ സമാഗമം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ വ്യക്തമാവുന്നത്. ഇനി ഒരു ലക്ഷ്യം കൂടി ഉണ്ട് ഈ യാത്രയ്ക്ക്. അതാണ് പറയണത്. മഹാധനുഷി ജിജ്ഞാസാം കർത്തും ആഗമനം. ഇവിടെ മിഥിലാപുരിയിൽ നടക്കുന്നതായിട്ടുള്ള വലിയൊരു യാഗമുണ്ടല്ലോ, ധനുർയാഗം. ആ ധനുർയാഗത്തിൽ പങ്കെടുക്കണമെന്നും മഹാധനുസ്സിനെ ഒന്ന് കാണണമെന്നുമുള്ള ഒരു ലക്ഷ്യം കൂടി ബാക്കിയുണ്ട്. അതാണ് മഹാധനുഷി ജിജ്ഞാസാം കർത്തും. ആ മഹാധനുസ് ഒന്ന് കാണുക, അതിനെപ്പറ്റി അറിയുക, അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. ഇതൊക്കെയാണ് ഈ വരവിൻ്റെ ഉദ്ദേശം. ഇവരാരാണെന്ന് പറഞ്ഞു, അവരെന്തൊക്കെയാണ് ഇതുവരെ ചെയ്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ മിഥിലയിലേക്ക് വന്നതും എന്തിനാണ് എന്നുള്ളതും വിശ്വാമിത്രൻ വ്യക്തമാക്കി. എന്നിട്ട് അവസാനത്തെ ഈ സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് 25ാമത്തെ ശ്ലോകം. ഏതത് സർവം മഹാതേജ ജനകായ മഹാത്മനെ നിവേദ്യ വിരരാമാഥ വിശ്വാമിത്രോ മഹാമുനി. ഇപ്രകാരം ആ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ട് ഏതത് സർവം നിവേദ്യ മഹാതേജാഹ വിശ്വാമിത്ര മഹാമുനി, മഹാതേജസ്വിയായിട്ടുള്ള മഹാമുനിയായിട്ടുള്ള ആ വിശ്വാമിത്രൻ ജനകായ മഹാത്മനെ നിവേദ്യ വിരരാമ, മഹാത്മാവായിട്ടുള്ള ജനകന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിച്ചു. അപ്പോൾ ബാലകന്മാരെ പറ്റിയിട്ട്
വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു എന്തിനാണ് മിഥിലയിലേക്ക് വന്നത്. ധനുർയാഗം കാണാനും ധനുസിനെ പറ്റി അറിയാനുമൊക്കെയാണ് വന്നത് എന്നുള്ളത് കൂടിയൊക്കെ പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. ഇനി ജനകൻ്റെയൊക്കെ സംഭാഷണം അടുത്ത സർഗത്തിലാണ് വരണത്. ഈ സർഗം ഇവിടെ തീരാണ്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഇമൗ കുമാരൗ ഭദ്രം തേ ദേവതുല്യപരാക്രമൗ ഗജതുല്യഗതി വീരൗ ശാർദൂലവൃഷഭോപമൗ പദ്മപത്രവിശാലാക്ഷൗ ഖഡ്ഗതൂണീധനുർധരൗ അശ്വിനാഭിവരൂപേണ സമുപസ്ഥിതയൗവനൗ യദൃച്ഛയേവ ഗാം പ്രാപ്തൗ ദേവലോകാദിവാമരൗ കഥം പദ്ഭ്യാമിഹ പ്രാപ്തൗ കിമർത്ഥം കസ്യ വാ മുനേ വരായുധധരൗ വീരൗ കസ്യ പുത്രൗ മഹാമുനേ ഭൂഷയന്താവിമം ദേശം ചന്ദ്രസൂര്യാവിവാംബരം പരസ്പരസ്യ സദൃശൗ പ്രമാണേങ്കിതചേഷ്ടിതൈഃ കാകപക്ഷധരൗ വീരൗ ശ്രോതുമിച്ഛാമി തത്വതഃ തസ്യ തദ്വചനം ശ്രുത്വാ ജനകസ്യ മഹാത്മനഃ ന്യവേദയതമേയാത്മാ പുത്രൗ ദശരഥസ്യ തൗ സിദ്ധാശ്രമനിവാസം ച രാക്ഷസാനാം വധം തഥാ തത്രാഗമനമവ്യഗ്രം വിശാലായാശ്ച ദർശനം അഹല്യാദർശനം ചൈവ ഗൗതമേന സമാഗമം മഹാധനുഷി ജിജ്ഞാസാം കർത്തുമാഗമനം തഥാ ഏതത്സർവം മഹാതേജാ ജനകായ മഹാത്മനെ നിവേദ്യ വിരരാമാഥ വിശ്വാമിത്രോ മഹാമുനി. അങ്ങനെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് മിഥിലയിൽ വെച്ച് നടക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.